നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയിൽ മുണ്ടിട്ട് അങ്ങ് കേന്ദ്രത്തിൽ പോയി ഒപ്പിട്ടവർക്ക് PM ശ്രീ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ എന്താണ് യോഗ്യത? കേരളത്തോട് ഏറ്റവും വലിയ ചതി PM ശ്രീയിൽ കാണിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഈ സംസ്ഥാനത്തെ അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വലിയ ചതി കാണിച്ചു. അതും വകുപ്പ് മന്ത്രിയോ മന്ത്രിമാരോ പോലും അറിയാതെ ജോൺ ബ്രിട്ടാസ് MP വഴി അങ്ങ് കേന്ദ്രത്തിലോട്ടൊരു പാലമിട്ടിട്ട് കാശിന് വേണ്ടി ഈ സംസ്ഥാനത്തെ അടിയറവ് വെച്ചു. എന്നിട്ടാണ് ഇപ്പോൾ PM ശ്രീ വിഷയത്തിൽ UDF സർക്കാരിനെ പിണറായി വിജയൻ വിമർശിക്കുന്നത്. പിണറായി വിജയൻ കേന്ദ്രത്തിൽ പോയി തലകുനിച്ച് നിന്നു എന്നൊക്കെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. അതായത് VD സതീശൻ സർക്കാർ കേരളത്തോട് PM ശ്രീയിൽ ചതിവ് കാണിച്ചു എന്ന് പിണറായി ഇപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ ഭരണകാലത്ത് എന്തായിരുന്നു നിങ്ങൾ ചെയ്തത് എന്നുകൂടി ജനം ചോദിക്കുകയാണ്. അതിന് മറുപടി പിണറായി വിജയൻ പറയണം. ഇപ്പോൾ പിണറായി പറയുകയാണ്, പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അല്ല പോയി ഒപ്പിട്ടതെന്ന്. പിന്നെ എന്തിനായിരുന്നു സാർ നിങ്ങൾ അന്ന് ആരും അറിയാതെ അങ്ങനെ ഒരു പദ്ധതിയിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തത്? എന്തിനായിരുന്നു ഒപ്പിട്ടത്? ഒറ്റ കാരണമേ ഉള്ളൂ. അതും പിണറായി വിജയന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ്. കാശ് കിട്ടുന്നതിന് വേണ്ടി. കാശ് കിട്ടുന്നതിന് വേണ്ടി എന്ത് നിലപാടിലും നിങ്ങൾ വെള്ളം ചേർക്കുമെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UDF സർക്കാരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് PM ശ്രീയിൽ ചെയ്തിരിക്കുന്നത്. PM ശ്രീയിൽ ഒരു കാലത്തും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒപ്പുവെക്കാൻ പോകുന്നില്ല, ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകില്ല, അറബിക്കടലിൽ ഒഴുക്കിക്കളയും എന്ന് പറഞ്ഞവരൊക്കെയാണ് UDFകാർ. അവരും ജനങ്ങളെ ചതിക്കുന്നു. പിണറായിയുടെ കാലത്ത് അതിലും വലിയ ചതിയാണ് കാണിച്ചത്. പക്ഷെ പറഞ്ഞു വരുന്നത്, ഈ PM ശ്രീ വിഷയത്തിൽ UDF സർക്കാരിനെ വിമർശിക്കാൻ പിണറായിക്കും കൂട്ടർക്കും എന്താണ് യോഗ്യതയുള്ളത്? തമിഴ്നാട് സർക്കാരിനെ പോലെ PM ശ്രീയിൽ ഒപ്പുവെക്കാതെ തന്നെ ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടുന്നതിന് വേണ്ടി വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പോകാമായിരുന്നല്ലോ. പക്ഷെ അതിനൊന്നും വയ്യ. കേന്ദ്രവുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി ആ പദ്ധതിയിൽ ഒപ്പുവെപ്പിക്കണം. അതിനുവേണ്ടി സകല കളിയും കളിച്ചത് പിണറായി വിജയന്റെ കാലത്താണ്. വകുപ്പ് മന്ത്രി പോലും ഏറ്റവും അവസാനമാണ്, അതായത് ശിവൻകുട്ടി പോലും പദ്ധതി നടപ്പാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയത് ഏറ്റവും അവസാനമാണ്. മന്ത്രിസഭയിലെ മറ്റൊരുത്തരും ഈ പദ്ധതിയുമായിട്ട് ഒരു അറിവും അവർക്കില്ലായിരുന്നു താനും. ഒടുക്കം CPI കടിഞ്ഞാണിട്ടതോടെ, CPI ഉടക്കിട്ടതോടെയാണ് പദ്ധതിയിൽ നിന്ന് പിണറായി സർക്കാരിന് പിന്മാറേണ്ടി വന്നത്. ആ കൂട്ടരാണ് ഇന്നിപ്പോൾ വന്ന് UDFനെ വിമർശിക്കുന്നതും നിങ്ങൾ ആ പദ്ധതിയിൽ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് തെറ്റായി പോയി, ജനങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത്. നിങ്ങളും വഞ്ചിക്കുക തന്നെയാണ് ചെയ്തത്. PM ശ്രീ വിഷയത്തിൽ ഇടതിനോ വലതിനോ ജനങ്ങളോട് ഒരു ന്യായീകരണവും നടത്താൻ കഴിയില്ല. അല്ല, ഇപ്പോൾ ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. UDF സർക്കാർ പറയുന്നത് അത് പിണറായി വിജയൻ കൊണ്ടുപോയി ഒപ്പുവെപ്പിച്ചത് കൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നാണ്. എന്നാൽ പിണറായി പറയുന്നത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, അവർക്ക് പിന്മാറാൻ കഴിയുന്നതേ ഉള്ളൂ, അവർ കേരളത്തെ വഞ്ചിക്കുകയാണെന്ന്. നിങ്ങൾ ഇരു കൂട്ടരും ചേർന്നാണ് ഈ കേരളത്തെ കാലാകാലങ്ങളായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഈ സംസ്ഥാനത്തെ മുട്ടുകുത്തിച്ച് നിർത്താൻ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടിയാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പിണറായി ഇപ്പോൾ PM ശ്രീ വിഷയത്തിൽ ഘോരം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. PM ശ്രീ വിഷയത്തിൽ ഭരണം കിട്ടിയതോടെ UDF മലക്കം മറിഞ്ഞു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. LDF സർക്കാർ കാവ്യവൽക്കരണത്തിന് തയ്യാറായിരുന്നില്ല. MOU ഒപ്പിട്ടത് PM ശ്രീ പദ്ധതി നടപ്പാക്കാനായിരുന്നില്ല. ഇതുമായി ബന്ധമില്ലാത്ത ഫണ്ട് റിലീസ് ചെയ്യുന്നതിനായിരുന്നു MOU ഒപ്പിട്ടത്. പിന്നീട് അത് മരവിപ്പിച്ചുവെന്നും LDF സർക്കാർ ഒരു കാലത്തും PM ശ്രീ നടപ്പാക്കില്ലായിരുന്നു എന്നും പിണറായി വിജയൻ AKG സെൻട്രൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പിണറായിയുടെ ആ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ അത് മുഴുവൻ നമുക്കൊന്ന് പരിശോധിക്കാം. PM ശ്രീ പദ്ധതിയിലൂടെ BJP കാവ്യവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പല സംസ്ഥാന സർക്കാരുകളും PM ശ്രീ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ LDF സർക്കാർ കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കാതിരുന്നത്. LDF ഒപ്പിട്ട MOU PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ളതായിരുന്നില്ല. ഇതുമായി ബന്ധമില്ലാത്ത ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് MOU ഒപ്പിട്ടത്. പിന്നീട് അത് മരവിപ്പിക്കുകയും ചെയ്തു. LDF കാലത്ത് PM ശ്രീ നടപ്പാക്കിയിട്ടില്ല. UDF അന്ന് PM ശ്രീയെ ശക്തമായി എതിർത്തിരുന്നു. ഭരണം ലഭിക്കുന്ന ദിവസം വരെ ആ നിലപാട് തുടർന്നു. എന്നാൽ സർക്കാർ കയ്യിൽ കിട്ടിയതോടെ UDF മലക്കം മറിഞ്ഞു.
UDF യോഗം PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതോടെ നയപരമായ തീരുമാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുറമെ മുസ്ലിം ലീഗും മറുകണ്ഠം ചാടി. LDF സർക്കാരിനെതിരെ തെറ്റായ പ്രചാരണങ്ങളാണ് നടത്തിയത്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പല വാദങ്ങളും ഉന്നയിച്ചു. എന്നാൽ LDF ഒപ്പിട്ട MOU മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. തുടർ നടപടികൾ UDF സർക്കാർ സ്വീകരിച്ചില്ല. PM ശ്രീയുടെ തുക വാങ്ങിയെന്ന പ്രചാരണം വിലപ്പോയില്ല. PM ശ്രീ ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന പ്രചാരണവും തെറ്റാണെന്ന് ഇപ്പോൾ വ്യക്തമായി. രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ തന്നെ നൽകിയ മറുപടിയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. PM ശ്രീ കാവ്യ അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതിയാണ്. SSK ഫണ്ട് തടഞ്ഞു വെച്ചപ്പോഴാണ് MOU ഒപ്പിട്ടത്. എന്നാൽ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടുമില്ല, സ്കൂൾ പട്ടിക നൽകിയിട്ടുമില്ല. ഇപ്പോൾ സ്കൂൾ പട്ടിക നൽകുന്നതടക്കമുള്ള നടപടികൾ UDF സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. പദ്ധതി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാനാണ് നീക്കം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ജനങ്ങളെയും UDF അണികളെയും പറഞ്ഞു പറ്റിക്കുകയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പ് പറയണം. സ്വന്തം അണികളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന ബ്ലഡ് മണി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കോൺഗ്രസിന് PM ശ്രീയോട് എതിർപ്പില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ UDF സർക്കാർ സംഘപരിവാറിന് കീഴ്പ്പെട്ടു. വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ ഇതിനുദാഹരണമാണ്. ഇത് RSS വിധേയത്വമാണ്. മുസ്ലിം ലീഗ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ പൊതുസമൂഹം ശബ്ദമുയർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF നിലപാട് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതായിരുന്നു PM ശ്രീ വിഷയത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയന്റെ കാലത്തും ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിയിൽ കൊണ്ടുപോയി ഒപ്പുവെച്ചത്. ഇപ്പോൾ UDFും ഇത് തന്നെയാണ്. അതായത് കാശ് കിട്ടുന്നതിന് വേണ്ടി ഇവരൊക്കെ എന്ത് നിലപാട് ഇല്ലായ്മയും കാണിക്കും. ഇതുവരെ പറഞ്ഞ നിലപാടിലൊക്കെ വെള്ളം ചേർക്കുകയും ചെയ്യും. എന്തായാലും ഈ UDFിനോടും അതുപോലെ തന്നെ LDFിനോടും നിങ്ങൾ PM ശ്രീയിൽ ജനങ്ങളെ വഞ്ചിച്ചതുകൊണ്ട് എന്നിട്ട് കിടന്നങ്ങ് മെഴുകുകയാണ്. ഞങ്ങൾ വഞ്ചിച്ചില്ല, ഞങ്ങൾ പറ്റിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചോദ്യമൊന്നുമില്ല. കിടന്നങ്ങ് ന്യായീകരിച്ചോളൂ LDFും UDFും കൂടി ചേർന്ന്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനവും ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. LDF സർക്കാർ മലയോര ജനതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. LDF സർക്കാർ നൽകിയ റിപ്പോർട്ട് കേന്ദ്രം പരിഗണിച്ചില്ല. എന്നാൽ UDF സർക്കാർ കരട് വിജ്ഞാപനത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്ത ഹരിത MLAമാർ പോലും ഇപ്പോൾ പല നിലപാടുകളിലും മലക്കം മറിഞ്ഞു. സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഇത് ബാധിക്കും. പുനർജനി നിയമാനുസൃതമായി ആരംഭിച്ച പദ്ധതിയല്ല. കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പണം സ്വരൂപിക്കാൻ പറവൂർ MLA ഇടപെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ MLAയുടെ പദ്ധതിയാക്കി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. സുതാര്യത വേണ്ട എന്ന് VD സതീശൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? പ്രളയത്തിന് വേണ്ടി MLA ഫണ്ട് പിരിച്ചതിൽ ദുരൂഹതയുണ്ട്. CBI അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്തു. രാഷ്ട്രീയ വൈര്യം വേണ്ട എന്നതുകൊണ്ടാണ് അന്ന് LDF സർക്കാർ CBIക്ക് വിടാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കേസ് തേച്ചുമായ്ച്ചു കളയാൻ ശ്രമം നടക്കുന്നു. ഇത് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ താൽപ്പര്യമാണ് കേസ് പിൻവലിച്ചതിന് പിന്നിൽ. ഈ തീരുമാനം പിൻവലിക്കണം. മഴയുടെ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സമാശ്വാസ നടപടികളും സ്വീകരിക്കണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. എന്തായാലും മഴയുടെ കാര്യത്തിലൊക്കെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും കരുതലൊക്കെയുള്ള മനുഷ്യനാണ്. എങ്കിലും അധികാരത്തിലിരുന്നപ്പോൾ നിങ്ങൾ കാണിച്ച ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെയാണ് ഇപ്പോൾ കിട്ടിയത്. PM ശ്രീയിൽ നിങ്ങളും കുറ്റക്കാരാണ്, UDF സർക്കാരും കുറ്റക്കാരാണ്. LDF സർക്കാർ അതിൽ കൊണ്ടുപോയി ഒപ്പുവെച്ചതുകൊണ്ട് അതൊരു ബോണസായിട്ടാണ് UDF എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ വള്ളിയിൽ പിടിച്ചു തൂങ്ങാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. എന്തായാലും VD സതീശനും സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു വ്യഗ്രത വല്ലാതങ്ങ് മുഖ്യമന്ത്രിയിലുണ്ട്. ഒന്ന് ഓർക്കുക, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ നിലപാടുകൾക്ക് വിപരീതമായിട്ടാണ് ഓരോ ദിവസവും VD സതീശൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടി പറയുക തന്നെ വേണ്ടിവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.